പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞത് ആശങ്കയിലാക്കിയത് ബി.ജെ.പി. ക്യാമ്പിനെയാണ്. രണ്ടാം ഘട്ടം ബി.ജെ.പിക്ക് അഭിമാന പോരാട്ടമാണ്. മോദിയുടെ വിവാദ പ്രസംഗങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ബി.ജെ.പിയെ രക്ഷിക്കുമോ? രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മത്സരത്തിനിറങ്ങുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കുതിക്കുമോ? കർണാടകത്തിലും രാജസ്ഥാനിലും പ്രതീക്ഷകൾ ഫലിക്കുമോ? രണ്ടാം ഘട്ടത്തിൽ ആർക്കാകും തിരിച്ചടി? ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് കുറഞ്ഞത് ശരിക്കും അസ്വസ്ഥരാക്കിയത് ബി.ജെ.പി. ക്യാമ്പിനെ തന്നെയാണ്. ഇതിന് പിന്നാലെയായിരുന്നു രാജസ്ഥാനിലെ മോദിയുടെ വിവാദമായ 2 പ്രസംഗങ്ങളും, മിനിയാന്നും പിന്നെ ഇന്നും. ഇന്ന് വിവാദമായിട്ടും ഈ പ്രസംഗങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ മിനിയാന്നത്തെ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഉള്ളം കൈയിലെ വോട്ടുകൾ അല്ലെങ്കിൽ ഉള്ളം കൈയിലെ സീറ്റുകൾ ചോർന്നു പോകുമോ എന്നൊരാശങ്ക ബി.ജെ.പിക്ക് ഉണ്ട് എന്നത് അതിൽ നിന്ന് വ്യക്തമാണ്. അതേസമയം കർണാടകത്തിലും രാജസ്ഥാനിലും തങ്ങളുടെ ശക്തി എങ്ങനെയെങ്കിലും തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് ഈ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നത്. ഇനി ഇടത് പാർട്ടികളെ സംബന്ധിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ ചുവരിൽ നിന്ന് തങ്ങളുടെ പേര് മാഞ്ഞു പോകാതിരിക്കാൻ ജീവൻ മരണ പോരാട്ടത്തിലാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലടക്കം ഇടത് പാർട്ടികളുള്ളത്. എങ്ങനെയായിരിക്കും ഈ ഘട്ടത്തിലെ പോളിംഗ് നിർണായകമാവുക? രണ്ടാം ഘട്ടത്തിൽ 89 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നത്. ഇതിൽ കഴിഞ്ഞ വർഷത്തെ 2019 തിരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ 89-ൽ 62 ജയിച്ചത് ബി.ജെ.പി. സഖ്യമാണ്. ഇന്ത്യ മുന്നണി, ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന പേരിൽ അന്ന് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആകെ നോക്കുമ്പോൾ 25 സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിനും വിജയം നേടി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 25-ൽ 20 കേരളത്തിലേതാണ്. 25-ൽ 20 കഴിഞ്ഞാൽ ബാക്കി 5 മണ്ഡലങ്ങൾ മാത്രമാണ് കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ബാക്കി 62 ബി.ജെ.പി. സഖ്യത്തിനാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു ബി.ജെ.പിക്ക് വലിയ മേധാവിത്വം, ഒരു മുന്നേറ്റം ഉണ്ടായിരുന്ന ഘട്ടമാണ് ഈ രണ്ടാം ഘട്ടം. കേരളത്തിൻ്റെ കാര്യം എടുത്താൽ കേരളത്തിൽ ഒരു ബി.ജെ.പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാനാവുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആകാംക്ഷ. അതിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും മാത്രമാണ് ബി.ജെ.പിക്ക് അല്പമെങ്കിലും ആത്മവിശ്വാസമുള്ളത്. ഇനി കർണാടകത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ, മിഷൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യവുമായിട്ടാണ് ഈ ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയതെങ്കിൽ ഇപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കയുള്ള സംസ്ഥാനമായി മാറുകയാണ് കർണാടകം. ദക്ഷിണേന്ത്യയിൽ നിന്ന് മാക്സിമം സീറ്റുകൾ എന്ന കോൺഗ്രസിൻ്റെ പ്രതീക്ഷയ്ക്ക് ബലമേകുന്ന സംസ്ഥാനം കൂടിയാണ് കർണാടകം. കർണാടകത്തിലെ 28 ലോക്സഭാ മണ്ഡലങ്ങളിൽ 14 എണ്ണമാണ് രണ്ടാം ഘട്ടത്തിൽ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ കൈവിട്ട സംസ്ഥാനമാണ് കർണാടകം. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചുപിടിക്കാമെന്നൊരു പ്രതീക്ഷ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പലവിധമായ പ്രതിസന്ധികൾ ഇത്തവണ ബി.ജെ.പി. സംസ്ഥാനത്ത് നേരിടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നിലവിലെ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ തന്നെയാണ്. സർക്കാരിൻ്റെ പെർഫോമൻസ് ആണ്. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു. അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സിദ്ധരാമയ്യയുടെ വാഗ്ദാനമാണോ മോദിയുടെ ഗ്യാരണ്ടിയാണോ, ഇതിലേതിന് ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നതിൻ്റെ ഒരു ടെസ്റ്റാണ് ഇത്തവണ നടക്കുന്നത്. ഒന്നാമത്തെ പ്രതിസന്ധി ബി.ജെ.പി. നേരിടുന്നത് അതാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ഭേദപ്പെട്ട രീതിയിലുള്ളൊരു പ്രകടനം. രണ്ടാമത്തേത് ബി.ജെ.പിയുടെ അകത്ത് തന്നെയുള്ള പ്രതിസന്ധിയാണ്. യെദ്യൂരപ്പയും മകനും നിയന്ത്രിക്കുന്ന ബി.ജെ.പി. ആ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പുറം മറ്റൊരു വിഭാഗം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു ഈശ്വരപ്പയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ബി.ജെ.പിക്കുണ്ട്. സദാനന്ദ ഗൗഡ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള അമർഷത്തിലാണ് ഈ നേതൃത്വത്തോട്. മാത്രമല്ല ഈ ഘട്ടത്തിൽ ബി.ജെ.പിയിലേക്ക് ചെന്ന, അല്ലെങ്കിൽ ബി.ജെ.പി. സഖ്യത്തിലേക്ക് ചേർന്ന JDS മത്സരിക്കുന്ന 3 മണ്ഡലങ്ങൾ ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. H.D. കുമാരസ്വാമി അടക്കം ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട്. ഇത് JDSൻ്റെ നിലനിൽപ്പ് തന്നെ നിർണ്ണയിക്കുന്ന ഒരു ജനവിധിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ പ്രതീക്ഷ കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റ് എന്നതിൽ നിന്ന് ഒരു 15 തൊട്ട് 20 വരെയൊക്കെ ആക്കി സീറ്റ് നില ഉയർത്താമെന്നാണ്. ഇതേപോലെ ബി.ജെ.പി. വെല്ലുവിളി നേരിടുന്ന മറ്റൊരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. കഴിഞ്ഞ തവണ കോൺഗ്രസ് സംസ്ഥാനം ഭരിക്കുമ്പോഴും ലോക്സഭയിൽ അവർക്ക് തൂത്തുവാരി കിട്ടിയിരുന്നു. അപ്പോൾ ഇത്തവണ സംസ്ഥാന ഭരണം കിട്ടിയെങ്കിലും രാജസ്ഥാനിൽ ബി.ജെ.പി. വിയർക്കുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. അതിൻ്റെ ഒരു സൂചന കൂടിയാണ് രാജസ്ഥാനിൽ നടത്തിയ ഈ 2 പ്രസംഗങ്ങളും, മോദിയുടെ പ്രസംഗങ്ങളും. ആ പറയുന്നതിലൊരു വാസ്തവമുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ രാജസ്ഥാനിലെ 25 മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങളാണ് പോളിംഗിലേക്ക് പോയത്. ആ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് 4% പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ട്. ഇത് ബി.ജെ.പിയെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളാണ് ഈ 12 മണ്ഡലങ്ങളുള്ള മേഖല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം മോദി ഈ രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഇന്നും കൂടി അത്തരം ഒരു പ്രസംഗം അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി.
അവിടെ BJPക്ക് ഇതുവരെയും തീർക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ രജ്പുത് വിഭാഗത്തിൽ നിന്ന് വലിയ എതിർപ്പ് നേരിടുന്നുണ്ട്. അതിന് പുറമെ ജാട്ട് വിഭാഗങ്ങൾക്ക് കുറേ നാളായുള്ള അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് കർഷക സമരത്തിൽ നമ്മൾ കണ്ടതാണ്. അന്ന് കർഷക സമരത്തിൻ്റെ മുൻനിരയിൽ നിന്നതെല്ലാം ജാട്ട് വിഭാഗക്കാരാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം അഗ്നിവീർ പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധം, അതിലും ജാട്ട് വിഭാഗക്കാർ മുന്നിലുണ്ട്. ആ തരത്തിൽ പിന്നെ ഗുസ്തി താരങ്ങൾ നടത്തിയ ആ വലിയ സമരമുണ്ടല്ലോ, ആ സമരത്തിലൊക്കെ ജാട്ട് വിഭാഗത്തിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് കഴിഞ്ഞ കുറേ നാളുകളായി BJP നേരിടുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ രജ്പുത്ത് വിഭാഗത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കൂടി. ഇനി കോൺഗ്രസിൻ്റെ ക്യാമ്പിലേക്ക് വന്നാൽ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പ്രശ്നം. ആ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല. ആ പ്രശ്നങ്ങൾ ഏതായാലും ഒരു പരസ്യമായ തർക്കങ്ങളിലേക്കില്ല എന്നത് ഉറപ്പാണ്. ജലോറിൽ ഗെഹ്ലോട്ടിൻ്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ട് ഉൾപ്പെടെ മത്സരരംഗത്തിൻ്റെ വൈഭവ് ഗെഹ്ലോട്ടിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ സച്ചിൻ പൈലറ്റ് തന്നെ നേരിട്ട് രംഗത്ത് ഇറങ്ങുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇനി അടുത്തത് പ്രധാനപ്പെട്ട നേതാക്കൾ നോക്കുകയാണെങ്കിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർല കോട്ടയിലും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ജോധ്പൂരിലും മത്സരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇനി അഭിമാന പോരാട്ടം നടക്കുന്ന മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ 8 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിലുള്ളത്. ഈ NDA അതുപോലെ ഇന്ത്യ സഖ്യം ഈ തമ്മിലുള്ളൊരു പോരാട്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നതെങ്കിലും മഹാരാഷ്ട്രയിലൊരു സവിശേഷതയുണ്ട്. കാരണം ശിവസേന 2 ശേഷം NCP 2 ശേഷമുള്ള തെരഞ്ഞെടുപ്പ്. അപ്പോൾ 2 ശിവസേനകൾ തമ്മിലുള്ള പോരാട്ടം, 2 NCP തമ്മിലുള്ള പോരാട്ടം, ഇത് BJP കോൺഗ്രസ് പോരാട്ടത്തിനപ്പുറം ഇങ്ങനൊരു പോരാട്ടം നടക്കുന്നുണ്ട്. ഇതിൽ ആർക്കാണ് കൂടുതൽ, ആരുടെ കൂടെയാണ് കൂടുതൽ ആളുകളുള്ളത്, ഏത് ശിവസേനയുടെ കൂടെയാണ്, ഏത് NCPയുടെ കൂടെയാണ് എന്ന് ആദ്യമായി തെളിയിക്കപ്പെടുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 8ൽ 4 മണ്ഡലങ്ങളിൽ ശിവസേനയിലെ 2 വിഭാഗങ്ങൾ തമ്മിലാണ് പോരാട്ടം. ഒപ്പം 3 കോൺഗ്രസും BJPയും തമ്മിൽ മത്സരിക്കുന്നു. ഇതിൽ അകോല മണ്ഡലത്തിൽ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, VBAയുടെ പ്രകാശ് അംബേദ്കർ മത്സരിക്കുന്നു. അത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. അദ്ദേഹം ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നേക്കുമെന്ന് ആദ്യഘട്ടത്തിൽ സൂചന ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹം മത്സരിക്കുന്നത് കോൺഗ്രസിന്, ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയാണ്. ഇനി പശ്ചിമ UP, ഇന്നലെ UPയിലെ അലിഗഡിൽ പ്രധാനമന്ത്രി പ്രസംഗം നടത്തിയപ്പോൾ UPയിൽ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പശ്ചിമ UPയിലെ 8 മണ്ഡലങ്ങൾ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നുണ്ട്. ഇതിൽ അമ്രോഹ ഒഴികെ 7 മണ്ഡലങ്ങളും BJPയുടെ കയ്യിൽ തന്നെയാണ് നിലവിലുള്ളത്. BSP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ഡാനിഷ് അലി ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇനി മറ്റ് ചില സ്റ്റാർ കാൻഡിഡേറ്റ്സിനെ നോക്കിയാൽ മധുരയിൽ ഹേമമാലിനിയുണ്ട്, മീററ്റിൽ രാമായണം സീരിയലിൽ രാമനായി വേഷമിട്ട അരുൺ ഗോവിലുണ്ട്. BJP സ്ഥാനാർത്ഥികളുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇവരൊക്കെയാണ്. ഇനി ഈ 1ാം ഘട്ട വോട്ടെടുപ്പ് സമയത്ത് തന്നെ രാജസ്ഥാനിലും UPയിലേതിന് സമാനമായി BJPക്കെതിരെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ രജ്പുത്തിൻ്റെ ഒരു പ്രതിഷേധം ശക്തമായിരുന്നു. കർഷക സമരവും അതിനെ തുടർന്നുണ്ടായ ജാട്ട് വിഭാഗത്തിൻ്റെ പ്രതിഷേധം, അതൊക്കെ ഈ പശ്ചിമ UPയിലെ ഈ മേഖലകളിലും BJPക്ക് ഇവിടെ വെല്ലുവിളിയാണ്. മുസ്ലിം വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖല കൂടിയാണിത്. ഇവിടെ BSP സ്ഥാനാർത്ഥിയെ നിർത്തിയതോടുകൂടി മുസ്ലിം വോട്ടുകളുടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയ്ക്കാണ് ഇവിടെ തിരിച്ചടി ഉണ്ടാകുന്നത്. 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. ഇനി മധ്യപ്രദേശിലേക്ക് വരികയാണെങ്കിൽ 7 മണ്ഡലങ്ങൾ, അവിടെ കോൺഗ്രസ് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും വയ്ക്കുന്നില്ല. തൂത്തുവാരാമെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. ബംഗാളിൽ ഇത്തവണ 3 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ 3 മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ BJP വിജയിച്ച മണ്ഡലങ്ങളാണ്. BJP ആ പ്രതീക്ഷയിലാണ്. ഇതിൽ ഡാർജിലിംഗ് ഉണ്ട്. അവിടെ കഴിഞ്ഞ തവണ 60% വോട്ട് നേടിക്കൊണ്ടാണ് BJP വിജയിച്ചത്. ഖൂർക്കാലാൻഡ് എന്ന പ്രത്യേക സംസ്ഥാന ആവശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും സജീവമാണ്. അമിത്ഷാ ആഭ്യന്തരമന്ത്രി അവിടെ എത്തി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പ് ഏറ്റവും അവസാനം കൂടി നൽകുമ്പോൾ BJP മേഖലയിൽ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. അസമിലെയും ബീഹാറിലെയും 5 മണ്ഡലങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നുണ്ട്. ബീഹാറിലെ പൂർണിയയിൽ മുൻ MP പപ്പു യാദവ് വിമതനായി മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനൊരു ഭീഷണിയാണ്. JDU RJD പോരാട്ടം തന്നെയാണ് സ്വാഭാവികമായും ബീഹാറിൽ നടക്കുന്നത്. ഛത്തീസ്ഗഡിലെ രാജ്നന്ദ്ഗാവിൽ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ മത്സരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ കോൺഗ്രസിനും ബഗേലിനും രാജ്നന്ദ്ഗാവിലേത് ഒരു പക വീട്ടാനുള്ള ഒരവസരമാണ്. അതുകൊണ്ട് എന്ത് വിധേനയും ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എന്തായാലും മോദിയുടെ വിദ്വേഷ പ്രസംഗം ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് എന്നത്. ഈ രണ്ടാം ഘട്ടത്തിലും BJPക്ക് തിരിച്ചടിയാകുമെന്ന രീതിയിലാണ് സൂചനകളെങ്കിൽ അടുത്ത വരാനിരിക്കുന്ന 5 ഘട്ടത്തിലെ വോട്ടെടുപ്പും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും വലിയ പോരാട്ടങ്ങൾക്കും വേദിയാകും, സാക്ഷിയാകുമെന്ന് പറയാതെ വയ്യ. ഉറപ്പായും 400 എന്ന വലിയ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന NDA സഖ്യത്തിന്
ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്നതിൻ്റെ ഒരു സൂചന ചിലപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ കിട്ടിയത്. ICL Finco, the intelligent choice.